അങ്ങനെ നമ്മളുടെ സംസ്ഥാനത്തും KSEBയുടെ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. നിലവിൽ ഗാർഹിക ഉപയോക്താക്കൾക്ക് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നില്ല എങ്കിലും പതിയെ നമ്മളുടെ സംസ്ഥാനത്ത്, അതായത് എല്ലാ പ്രദേശങ്ങളിലേക്കും ഇത്തരത്തിൽ KSEBയുടെ സ്മാർട്ട് മീറ്ററുകളാകും ഇനി പ്രവർത്തനം ആരംഭിക്കുക. വൈദ്യുതി നമ്മൾ എത്രത്തോളം ഉപയോഗിച്ചു, എത്ര ബില്ലാകും, അതോടൊപ്പം തന്നെ ഏത് സമയത്താണ് നമ്മളുടെ വൈദ്യുതി ഉപയോഗം കൂടിയിട്ടുള്ളത്, അതോടൊപ്പം തന്നെ ഏത് രീതിയിൽ ഇത് നിയന്ത്രിക്കണം, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ നമ്മളുടെ ഫോണിലേക്ക്, അതായത് പ്രത്യേകം തയ്യാറാക്കുന്ന ആപ്ലിക്കേഷൻ വഴി കൃത്യമായിട്ട് ഇതെല്ലാം തന്നെ വിശകലനം ചെയ്യാനുള്ള സംവിധാനം ഉൾപ്പെടെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. സ്മാർട്ട് ഫോൺ വഴി കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതിനും വേണ്ട ക്രമീകരണങ്ങൾ വരുത്തുന്നതിനും സാധിക്കും. ഇത്തരത്തിൽ 100-ൽ പരം സവിശേഷതകളുള്ള സ്മാർട്ട് മീറ്ററാണ് ഇപ്പോൾ തയ്യാറാക്കി വിതരണം ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 3 ലക്ഷം സ്മാർട്ട് മീറ്ററാണ് സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിക്കുന്നത്. അത് പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരു ട്രയൽ റൺ എന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഏകദേശം 50 ലക്ഷത്തോളം വരുന്ന സ്മാർട്ട് മീറ്ററുകൾ അതിനുശേഷം വിതരണം ചെയ്യും. ഇവിടെ മുൻഗണന നൽകുന്നത് സർക്കാർ തലത്തിലുള്ള ഓഫീസുകൾക്കൊക്കെയാണ്. അതിനുശേഷം ബന്ധപ്പെട്ട ട്രാൻസ്ഫോമറിലേക്ക്, ഫീഡറിലേക്ക്, ഇവിടെയെല്ലാം തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം മേഖലയിലും അതോടൊപ്പം തന്നെ തമ്പാനൂർ സബ്സ്റ്റേഷനൊക്കെ പരിധിയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് വിജയകരമാണ് എങ്കിൽ മാത്രമായിരിക്കും പിന്നീട് ഗാർഹിക ഉപയോക്താക്കൾക്ക് ഉൾപ്പെടെ മാറ്റപ്പെടുക. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ വ്യവസായശാലകൾക്ക്, അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഓഫീസുകൾ, ഇതെല്ലാം തന്നെയാണ് ഇപ്പോൾ മുൻഗണന നൽകി വിതരണം ചെയ്യാൻ വേണ്ടി ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇത് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വിവിധ സംസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നത് ടോട്ടക്സ് എന്ന് പറയുന്ന മറ്റൊരു വിശകലന രീതിയാണ്. അതായത് 93 മാസത്തെ പരിപാലന ചെലവ്, അതോടൊപ്പം തന്നെ സൈബർ സെക്യൂരിറ്റി ചിലവുകൾ, അതോടൊപ്പം ഇതിൻ്റെ മെയിൻ്റനൻസ്, അതോടൊപ്പം തന്നെ സ്വകാര്യ ഏജൻസികളെ ഇതിൻ്റെ ബില്ലിങ്ങിന്, അതോടൊപ്പം തന്നെ പണം പിരിക്കൽ പോലുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. അത് വലിയ ചെലവ് കൂടിയ ഒരു രീതിയാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ബദൽ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കാപെക്സ് എന്ന പേരിൽ ഒരു ബദൽ മാതൃക സൃഷ്ടിച്ച KSEBയുടെ തന്നെ മേൽനോട്ടത്തിൽ, KSEBയുടെ തന്നെ നിയന്ത്രണത്തിൽ പരിപാലന ചുമതലയും, അതോടൊപ്പം തന്നെ മറ്റ് മെയിൻ്റനൻസ്, സൈബർ സെക്യൂരിറ്റി, ഇങ്ങനെ വിവിധ കാര്യങ്ങളെല്ലാം തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ, അത് ജനങ്ങൾക്ക് താങ്ങാനാവുന്ന ഒരു രീതിയിൽ തന്നെയായിരിക്കും ഇത് ക്രമീകരിക്കുക എന്നാണ് നിലവിൽ അറിയിപ്പ് വന്നിട്ടുള്ളത്. എങ്കിലും അത് മാത്രമല്ല, നിലവിൽ ഇപ്പോൾ ട്രാൻസ്ഫോമറുകളിലേക്കും ഫീഡറിലേക്കും എല്ലാം ഇത്തരത്തിൽ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ട് ഇതിനൊരു ഡേറ്റാ സെൻറ്റർ ഉണ്ടാകും. ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഇതിൻ്റെ സെൻറ്റർ ഉദ്ദേശിക്കുന്നത്. 50 ലക്ഷത്തോളം വരുന്ന മീറ്ററുകളെ നിരീക്ഷിക്കാനും അതിൻ്റെ വിശകലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇവിടെ സാധ്യമാകുമെന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ ആ സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ച് കഴിയുമ്പോഴേക്കും വിവിധ മേഖലകളിലെ വൈദ്യുതി തടസ്സങ്ങൾ, വിവിധ ഫീഡറുകളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ, ഈ സാഹചര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അലേർട്ട് സംവിധാനം വഴി മുന്നറിയിപ്പായിട്ട് ഇത്തരത്തിൽ ഡേറ്റാ സെൻറ്ററുകളിലേക്ക് എത്തിച്ചേരും. അതുമാത്രമല്ല, ഇത് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരിലേക്ക് പാസ് ചെയ്യുന്നതിന്, ആ പ്രദേശത്ത് എത്രയും വേഗം വേണ്ട ക്രമീകരണങ്ങൾ വരുത്തുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ദ്രുതഗതിയിൽ സ്വീകരിക്കാൻ സാധിക്കും. ഇനി നമ്മളുടെ വീടുകളിൽ സ്ഥാപിക്കുന്ന സ്മാർട്ട് മീറ്ററുകളായിക്കോട്ടെ, അതിൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കൃത്രിമത്വം കാണിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അലേർട്ട് ഉണ്ടാകും. അത് ഏത് മേഖലയിലാണെന്ന് ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താനും പ്രയാസമില്ല. വൈദ്യുതി മോഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതും ഇനി വളരെ എളുപ്പത്തിലാകും. ഇത് കൃത്യമായിട്ട് ഇതിലൊരു സിം ഇൻസേർട്ട് ചെയ്തിരിക്കും. ഇത് മുഖാന്തരമാണ് ഡേറ്റ കൈമാറൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇത് ഗാർഹിക ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടത്തിൽ ഇല്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യാവസായിക ശാലകൾക്ക്, അതോടൊപ്പം തന്നെ സർക്കാർ ഓഫീസുകൾക്ക്, അങ്ങനെയുള്ള വിവിധ മേഖലകളിലേക്കൊക്കെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ. അതിനുശേഷം മാത്രമേ നമ്മളുടെ വീടുകളിലേക്ക് ഇത് എത്തിച്ചേരുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.